ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ IT പാഠപുസ്തകത്തിലെ 7ാമത്തെ അധ്യായമായ ഉത്തര വിശകലനം കമ്പ്യൂട്ടറിൽ എന്ന പാഠഭാഗത്തുള്ള മുഴുവൻ തിയറി ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ലിബർ ഓഫീസ് കാൽക്കാണെന്ന് മനസ്സിലാക്കുക. ലിബർ ഓഫീസ് കാൽക്കിൻ്റെ ഫയൽ ഫോർമാറ്റ് .ods ആണെന്ന് മനസ്സിലാക്കുക. ഓപ്പൺ ഡോക്യുമെൻ്റ് സ്പ്രെഡ്ഷീറ്റ്. വിവരങ്ങൾ ക്രമീകരിക്കാനും വിവരങ്ങൾ വിശകലനം ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ എന്ന് മനസ്സിലാക്കുക. ഇത് പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസം, വ്യക്തിഗത ധനകാര്യം, ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇവ ഉപയോഗപ്പെടുത്താം. അടുത്തത്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ ലഭ്യമായ ചില സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദത്തങ്ങൾ പട്ടികപ്പെടുത്താം, ചാർട്ടുകളും ഗ്രാഫുകളും സൃഷ്ടിച്ച് ദത്തങ്ങളെ കൂടുതൽ വ്യക്തമായി അവതരിപ്പിക്കാം, വിവരങ്ങളുടെ വിശകലനം, താരതമ്യം, ക്രോഡീകരണം എന്നിവ സാധ്യമാക്കാം. ധാരാളം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ ഇന്നുണ്ട്. കൈറ്റ് GNU ലിനക്സിൽ ലഭ്യമായ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറാണ് ലിബർ ഓഫീസ് കാൽക്ക് എന്നത്. മൈക്രോസോഫ്റ്റ് എക്സൽ, അപ്പാച്ചെ ഓപ്പൺ ഓഫീസ്, ന്യൂമെറിക്, കാലിഗ്രാം ഷീറ്റ്സ്, ആപ്പിൾ നമ്പേഴ്സ് എന്നിവ മറ്റ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളാണ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ലിബർ ഓഫീസ് കാൽക്ക്, മൈക്രോസോഫ്റ്റ് എക്സൽ, അപ്പാച്ചെ ഓപ്പൺ ഓഫീസ്, ന്യൂമെറിക്, അതുപോലെ തന്നെ കാലിഗ്രാം ഷീറ്റ്സ്, ആപ്പിൾ നമ്പേഴ്സ് എന്നിവ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് നമുക്ക് കാൽക്ക് ജാലകം പരിചയപ്പെടാം. ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് ലിബർ ഓഫീസ് കാൽക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ളൊരു ജാലകമാണ് ദൃശ്യമാകുന്നത്. അതിൽ ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് B2 എന്നതൊരു സെല്ലിൻ്റെ അഡ്രസ്സാണ്. B2 എന്നത് ഒരു സെല്ലിൻ്റെ, നാം സെലക്ട് ചെയ്ത സെല്ലിൻ്റെ അഡ്രസ്സാണ്, അതായത് നെയിം ബോക്സ് ആണ് B2 എന്നത്. ഇവിടെ നാം സെലക്ട് ചെയ്ത സെല്ലാണിത്. ഇത് ആക്റ്റീവ് സെൽ എന്നാണ് അറിയപ്പെടുന്നത്. സെൽ അതായത് റോയും കോളവും ചേർന്നതാണ് സെൽ എന്ന് മനസ്സിലാക്കുക. ഈ മൂന്നാമത് കാണുന്നത് മെനു ബാറാണ്. ഏറ്റവും മുകളിലെ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഫോർമാറ്റ്, സ്റ്റൈൽസ്, ഷീറ്റ്സ്, ഡാറ്റ, ടൂൾസ്, വിൻഡോ, ഹെൽപ്പ്. ഇത് മെനു ബാറിലാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ നാലാമത്തെ ടൂള് എന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറാണ്. നമുക്ക് സേവ് ചെയ്യുവാനും പ്രിൻ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഐക്കണാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ടൂള് എന്നത് ഫോർമാറ്റിംഗ് ടൂൾ ബാറാണ്. അക്ഷരങ്ങളുടെ വലുപ്പം മാറ്റാനും ബോൾഡാക്കാനും അതിൻ്റെ കളർ മാറ്റാനും അലൈൻമെൻറ്റ് മാറ്റാനും ഈ ഒരു ടൂൾ ബാർ ഉപയോഗിക്കുന്നു. അടുത്തത് ആറാമത്തെ ടൂളാണ് ഫോർമുല ബാർ. ഇതാണ് ഫോർമുല ബാർ. സെല്ലിൽ നാം ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഫോർമുല ബാറിൽ കാണിക്കും. ഈ സെല്ലിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഫോർമുല ബാറിൽ കാണിക്കും. ശ്രദ്ധിക്കുക, വരികളും നിരകളും അടങ്ങിയിട്ടുള്ള ഒരു വർക്ക് ഷീറ്റാണല്ലോ കാൽക്ക് തുറന്നപ്പോൾ നമുക്ക് ലഭിച്ചത്. ഇവയിൽ ABC എന്നിങ്ങനെയുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കുക, ABC. ഇങ്ങനെ ഇതിനെ എന്താണ് പറയുന്നത്? കോളത്തിൻ്റെ അഡ്രസ്സായിട്ടാണ് പറയുന്നത്. ഇത് കോളത്തിൻ്റെ അഡ്രസ്സാണ്. അതുപോലെ 1, 2, 3 എന്നിങ്ങനെയുള്ള അക്കങ്ങൾ സൂചിപ്പിക്കുന്നത്
1 2 3 ഇങ്ങനെയുള്ള അക്കങ്ങൾ സൂചിപ്പിക്കുന്നത് റോയുടെ അഡ്രസ്സാണെന്നും മനസ്സിലാക്കുക. റോ എന്ന് പറഞ്ഞാൽ വരിയാണ്, കോളം എന്ന് പറഞ്ഞാൽ നിരയുടെ പേര് എയും വരിയുടെ പേര് 2ഉം ആയാൽ സെൽ അഡ്രസ്സ് എന്തായിരിക്കും? അപ്പം A2 നിരയുടെ പേരും വരിയുടെ പേരും ചേർന്നതാണ് ഒരു സെൽ അഡ്രസ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെൽ അഡ്രസ്സ് ഏറ്റവും മുകളിലായി കാണാം. നേരത്തെ പറഞ്ഞതാണ്, അതാണ് ചോദിക്കുന്നത് ഇവിടെ. ഇനി നിരയുടെ പേര് ജെയും വരിയുടെ പേര്, ഇവിടെ 24 സെൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരിയുടെ പേര് എന്തായിരിക്കും? 24 ആയിരിക്കും. ഇനി നിരയുടെ പേര് ഒയും വരിയുടെ പേര് 60ഉം ആയാൽ ഇവിടെ സെൽ അഡ്രസ്സ് എന്തായിരിക്കും? O60 അല്ലേ? ആ ഒരു രീതിയിൽ ആ ഒരു സെൽ അഡ്രസ്സ് പട്ടിക പൂർത്തിയാക്കുക. അടുത്തത് സെൽ അഡ്രസ്സുകൾ. സ്പ്രെഡ്ഷീറ്റ് പേജിൽ വിവരങ്ങൾ ചേർക്കുന്ന ചതുരക്കളങ്ങളാണ് സെല്ലുകൾ. അതായത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. സ്പ്രെഡ്ഷീറ്റ് പേജിൽ വിവരങ്ങൾ ചേർക്കുന്ന ചതുരക്കളങ്ങളാണ് സെല്ലുകൾ എന്ന് മനസ്സിലാക്കുക. അതും പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു സെല്ലിൽ, ഇത് നേരത്തെ പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു സെല്ലിൽ മൗസ് ക്ലിക്ക് ചെയ്താൽ ആ സെല്ലിൻ്റെ അഡ്രസ്സ് പേജിൻ്റെ ഇടത് മൂലയിലെ കളത്തിൽ വ്യക്തമാകും. ഇവിടെ കാണുന്നത് സെൽ അഡ്രസ്സ്, അത് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു ചിത്രം തന്നിട്ട് ഇതെന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെൽ അഡ്രസ്സ്, ഇതാ സെല്ല് അഡ്രസ്സ്, ഇതൊരു സെല്ലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതും പ്രധാനപ്പെട്ടതാണ്. സെല്ലുകൾ മേർജ് ചെയ്യാൻ, മേർജ് ചെയ്യേണ്ട സെല്ലുകൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഇതൊരു ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ മേർജ് ആൻഡ് സെൻറ്റർ ഓർ അൺമേർജ് സെൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ മേർജ് ആൻഡ് സെൻറ്റർ ഓർ അൺമേർജ് സെൽസ് എന്ന ഓപ്ഷൻ എന്ന ടൂള്. ഇതോടെ സെലക്ട് ചെയ്ത സെല്ലുകൾ യോജിക്കുകയും ആദ്യ സെല്ലിലെ ദത്തം യോജിപ്പിച്ച സെല്ലുകളുടെ മധ്യഭാഗത്തേക്ക് വിന്യസിക്കുകയും ചെയ്തതായി കാണാം. നമ്മളിവിടെ എഴുതി കൊടുത്ത ടെക്സ്റ്റ് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ റോയും കോളവും ചേർന്ന് ഒറ്റ സെല്ലാക്കി മാറ്റാൻ പറ്റും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്? മേർജ് ആൻഡ് സെൻറ്റർ ഓർ അൺമേർജ് സെല്ലെന്ന് മനസ്സിലാക്കിയത്. വൺ വേർഡ് ക്വസ്റ്റ്യനാണ്, മനസ്സിലാക്കാം. സംഖ്യകളുടെ തുക കാണുന്നതിന്, ഇത് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ ചോദിക്കും ഉറപ്പാണ്. ടോട്ടൽ, എങ്ങനെ ടോട്ടൽ കാണുന്നത്? ആദ്യ മാസത്തെ ആകെ തുക ലഭിക്കാൻ തുക ചേർക്കേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെയാണോ ടോട്ടൽ കാണേണ്ടത് എങ്കിൽ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൽ അഡ്രസ്സിന് തൊട്ടടുത്തുള്ള സെലക്ട് ഫംഗ്ഷൻ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. ഇതാണ് സെലക്ട് ഫംഗ്ഷൻ ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന്, ഇതാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, അതിൽ നിന്ന് സം ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ ആ നിരയിലെ സെല്ലുകൾ സെലക്ട് ആവുകയും തുക ലഭിക്കേണ്ട സെല്ലിൽ നാം ഉപയോഗിച്ച ഫംഗ്ഷൻ്റെ പേരിനു ശേഷം ബ്രാക്കറ്റിൽ പ്രസ്തുത സെൽ റേഞ്ച് വന്നതും ശ്രദ്ധിക്കുക. ലിബർ ഓഫീസ് കാൽക്കിൽ റേഞ്ച് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു രീതിയിലാണ് സം ലഭിക്കാൻ ഓരോ സെല്ലിൻ്റെയും റേഞ്ച് സൂചിപ്പിക്കുന്നത്. അതായത് ഈക്വൽ ടു സം ബ്രാക്കറ്റ് ഓപ്പൺ B5 = B10. ഇതാണ് ശരിയായ ഫംഗ്ഷൻ. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി, അപ്പോഴേ ടോട്ടൽ ലഭിക്കും. ഒരു ബ്രാക്കറ്റിന് പുറത്ത് ക്ലിക്ക് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി.
അടുത്തത് ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് ഫംഗ്ഷൻ പകർത്തുന്ന വിധം താഴെ നൽകിയിരിക്കുന്നു. ഇതും പ്രധാനപ്പെട്ടതാണ്. ഫംഗ്ഷൻ അടങ്ങുന്ന സെല്ല് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത സെല്ലിന് ചുവടെ വലതുമൂലയിൽ ഫിൽ ഹാൻഡിൽ എന്ന ഐക്കൺ കാണാം. ആവശ്യമുള്ള സെല്ല് വരെ ഡ്രാഗ് ചെയ്യുക. ഇതാണ് ഫിൽ ഹാൻഡിലിൻ്റെ ഇമേജ്. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളിലെ സെല്ലിലെ ഫംഗ്ഷനുകൾ ഡാറ്റാ സെല്ലുകളുടെ ശ്രേണിയിലുടനീളം പകർത്താൻ സഹായിക്കുന്ന ഒരു സങ്കേതമാണ് ഫിൽ ഹാൻഡിൽ. ഇത് പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് പഠിക്കാം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകളിലെ സെല്ലിലെ ഫംഗ്ഷനുകൾ ഡാറ്റാ സെല്ലുകളുടെ ശ്രേണിയിലുടനീളം പകർത്താൻ സഹായിക്കുന്ന ഒരു സങ്കേതമാണ് ഫിൽ ഹാൻഡിൽ. സെലക്ട് ചെയ്ത സെല്ലിൽ ചുവടെ കാണുന്ന പ്ലസ് എന്ന രീതിയിലുള്ള അടയാളത്തെയാണ് ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. സംഖ്യകളുടെ ശരാശരി കണ്ടെത്തുന്നതിന് ഫസ്റ്റ് ശരാശരി ലഭിക്കേണ്ട സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സെലക്ട് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ആവറേജ് സെലക്ട് ചെയ്യുക. ശേഷം എൻ്റർ കീ അമർത്തുക. ഇപ്പോൾ ഗ്രോസറി ഇനത്തിൽ 5 മാസം ചിലവായ തുകകളുടെ ശരാശരി കിട്ടിക്കഴിഞ്ഞു. ഈ രീതിയിലാണ് ശരാശരി കാണേണ്ടത്. ശ്രദ്ധിക്കുക, ഇവിടെ ആവറേജ് ഈക്വൽ ടു ആവറേജ് ബ്രാക്കറ്റ് ഓപ്പൺ B5:2. ശ്രദ്ധിക്കുക, ഇത് റേഞ്ച് ഇങ്ങനെയാണ് ഈസ് F5. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ആവറേജ് കാണേണ്ട സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ഫംഗ്ഷൻ, അതായത് ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ആവറേജ് സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ ആവറേജ് ലഭിക്കും എന്നും മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതും പ്രധാനപ്പെട്ടതാണ്. ഡിലീറ്റ് ഡെസിമൽ പ്ലേസ്. ഡിലീറ്റ് ഡെസിമൽ പ്ലേസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ദശാംശ സംഖ്യ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണെന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക, ആദ്യ സെല്ലിൽ ദശാംശങ്ങൾ ക്രമീകരിച്ചാൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് മറ്റു സെല്ലുകളിലേക്ക് ഇത് പകർത്താമെന്നും പറഞ്ഞു. ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ക്രമീകരിക്കാനോ ഒഴിവാക്കാനോ നമുക്ക് ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ ഡിലീറ്റ് ഡെസിമൽ പ്ലേസ് സങ്കേതം ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ആഡ് ഡെസിമൽ പ്ലേസ്. ഇത് ഡിലീറ്റ് ഡെസിമൽ പ്ലേസ് ആണെന്ന് മനസ്സിലാക്കാം. അടുത്തത് ദത്തങ്ങളെ ക്രമീകരിക്കാൻ പട്ടികയിലെ ക്രമപ്പെടുത്തേണ്ട ദത്തങ്ങൾ മുഴുവൻ സെലക്ട് ചെയ്യുക. ഇവിടെ ടോട്ടൽ എന്ന റോ ഉൾപ്പെടുത്തേണ്ടതില്ല. അത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് വേണമെങ്കിലും ചെറുതിൽ നിന്ന് വലുതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതാണ് ഡാറ്റ സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. സോർട്ട് അസെൻഡിങ്, സോർട്ട് ഡിസെൻഡിങ്. ഡാറ്റ മെനുവിൽ സോർട്ട് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ സോർട്ട് കീ 1 എന്ന സ്ഥലത്ത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണോ ക്രമപ്പെടുത്തേണ്ടത് ആ നിരയുടെ പേര് തിരഞ്ഞെടുക്കുക. ഇവിടെ ശരാശരി ചെലവിൻ്റെ അടിസ്ഥാനത്തിലായതിനാൽ കോളം G സെലക്ട് ചെയ്യുക. അസെൻഡിങ്, ഡിസെൻഡിങ് എന്നിവയിൽ ആവശ്യമായത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആവറേജിനെ അടിസ്ഥാനമാക്കിയാണ് സോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദത്തങ്ങൾ ഗ്രാഫുകളുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്രാഫിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ അടങ്ങിയ സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇവിടെ എക്സ്പെൻഡിച്ചർ എന്ന വിഭാഗത്തിലെ ആവറേജ്, ടോട്ടൽ എന്നിവ ഉൾപ്പെടുത്തിയ സെല്ലുകൾ ഒഴിവാക്കിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇൻസേർട്ട് മെനുവിൽ നിന്ന് ചാർട്ട് തിരഞ്ഞെടുക്കുക. തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് ചാർട്ട് ടൈപ്പ് കോളം തിരഞ്ഞെടുക്കുക. ചാർട്ട് എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് ടൈറ്റിൽ XY ആക്സിസിൽ ആവശ്യമായ പേരുകൾ നൽകുക. ഏറ്റവും ലാസ്റ്റ് ഫിനിഷ് ബട്ടൺ അമർത്തുക. ഇവിടെ പല ടൈപ്പിലുള്ള ചാർട്ട് ഇവിടെ ലഭ്യമാണെന്ന് മനസ്സിലാക്കാം. ചാർട്ട് ടൈപ്പിൽ കോളം ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഏരിയ ചാർട്ട്, പല ടൈപ്പിലുള്ള ചാർട്ട് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ചാർട്ട് ലഭിക്കും. ഇതാണ് കോളം ചാർട്ട്. ശ്രദ്ധിക്കുക,
കാൽക്കിൽ സംഖ്യകളുടെ തുക കാണുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്? ഇതിലെ ഏറ്റവും ശരിയായ ആൻസർ നേരത്തെ പറഞ്ഞതാണ്, ഈക്വൽ ടു സം A1:B1. ഇതാണ് ശരിയായ ആൻസർ. ലിബർ ഓഫീസ് കാൽക്കിലെ സെലക്ട് ഫംഗ്ഷൻ മെനുവിൽ ലഭ്യമല്ലാത്ത ഫംഗ്ഷൻ ഏതാണ്? ഇവിടെ ലഭ്യമല്ലാത്ത ഫംഗ്ഷൻ സബ്സ്ട്രാക്റ്റ് ആണ്. ബാക്കി സമ്മും ആവറേജും മാക്സിമം ഒക്കെ അവിടെ ലഭ്യമാണ്. സം ലഭ്യമാണ്, ആവറേജ്, മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട്, കൗണ്ട് ഉണ്ട്. അതൊക്കെ അവിടെ ലഭ്യമായ ഫങ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ ചിഹ്നം ലിബർ ഓഫീസ് കാൽക്കിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഈ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നത് ദശാംശ സ്ഥാനങ്ങൾ ഒഴിവാക്കുന്നതിനാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു പ്ലസ് ചിഹ്നമാണെങ്കിൽ ദശാംശ സ്ഥാനങ്ങൾ ചേർക്കുന്നതിനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പറഞ്ഞു. മക്കളെല്ലാവരും തന്നെ ഇത് കണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.